നിയമസഭയാണ് ജാർഖണ്ഡ്. കഴിഞ്ഞ ദിവസം ഹേമന്ത് സോറൻ ഒരു വലിയ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ജയമം എന്ന് പറയുന്നത് ജാർഖണ്ഡിന്റെ വൻമതിലാണ്, അത് ആർക്കും തകർക്കാൻ കഴിയില്ല, അതിന് മുകളിലേക്ക് എത്തുന്നവരുടെ അല്ലെങ്കിൽ അതിനെ കീഴടക്കാൻ ശ്രമിക്കുന്നവരുടെ അവസാനം കാണുകയാണ് അതിന്റെ ചരിത്രം എന്നൊക്കെയാണ്. അത്രമേൽ ആത്മവിശ്വാസമുണ്ട് അദ്ദേഹത്തിന് ഒരു പേഴ്സണൽ ഫൈറ്റ് കൂടിയാണ് ഇത് എന്നത് നമുക്ക് ആരും പറഞ്ഞു. ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമുണ്ടോ? രതീഷെ, ഈ ജാർഖണ്ഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മുന്നണികളും കനത്ത ആത്മവിശ്വാസമാണ് വയ്ക്കുന്നത്. പുറമേയൊക്കെ പറയുന്നത്, കാരണം രണ്ട് ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ NDA ഒക്കെ പറയുന്നത് കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് വേണ്ട സീറ്റുകൾ 81 അംഗ നിയമസഭയിൽ 50-ലധികം സീറ്റുകൾ ലഭിക്കുമെന്ന് പരസ്യമായി പറയുന്നുണ്ട്. പക്ഷേ രഹസ്യമായി ഈ നേതാക്കൾക്കൊക്കെ കടുത്ത ആശങ്കയുണ്ട്. കാരണം ഈ സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. രണ്ട് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 69% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഉയർന്ന പോളിംഗ് ഏത് പാർട്ടിക്ക് ഗുണകരമാകും അല്ലെങ്കിൽ ഏത് മുന്നണിക്ക് ഗുണകരമാകും എന്ന കാര്യത്തിലാണ് ഇനി നമുക്ക് അറിയേണ്ടതായുള്ളത്. നേരത്തെ മാധു പറഞ്ഞതുപോലെ തന്നെ ഒരു അഭിമാന പോരാട്ടമായാണ് ഹേമന്ത് സോറൻ ഇക്കാര്യം, അതായത് ഈ ജാർഖണ്ഡ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാണുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഞാൻ അതിലേക്ക് കടക്കാം. ജാർഖണ്ഡിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ AICC ആസ്ഥാനത്താണ്. AICC ആസ്ഥാനത്തിലേക്ക് കഴിഞ്ഞ ഈ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ഈ സമയത്ത് ഈ പടക്കം പൊട്ടിക്കലും മധുര പലഹാര വിതരണങ്ങളും ലഡ്ഡു വിതരണവും ജിലേബിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പ്രിയങ്ക ഗാന്ധി ഏതാണ്ട് വിജയം ഉറപ്പിച്ച അല്ലെങ്കിൽ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ച തെരഞ്ഞെടുപ്പിലെ രാവിലത്തെ AICCയുടെ ദൃശ്യമാണ് നമുക്കിപ്പോൾ ഈ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു ഭാരവാഹികളോ ആരും ഒരു സാധാരണ പ്രവർത്തകനെ പോലും ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നില്ല. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പിൽ ഈ വലിയ ആത്മവിശ്വാസമൊക്കെ പറയുമ്പോഴും ഈ പാർട്ടികളെ സംബന്ധിച്ച് ഇപ്പോഴും കനത്ത ആശങ്കയുണ്ട്. കാരണം ആർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം ലഭിക്കുമോ എന്ന കാര്യത്തിലൊക്കെയുള്ള ആശങ്ക ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു തരത്തിലുള്ള ഈ ആഘോഷ പരിപാടികളൊക്കെ ഈ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ കാണിച്ചതുപോലെയുള്ള ഒരു തരത്തിലുള്ള പ്രകടനമോ അല്ലെങ്കിൽ മധുരപലഹാര വിതരണമോ ഒന്നും നടത്തരുതെന്ന് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി പ്രവർത്തകർക്കൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡുകൾ ഒരു 10 മണിയോട് കൂടിയൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഈ ആഘോഷങ്ങളൊക്കെ, അതായത് ഈ ജാർഖണ്ഡിലെങ്കിലും അവർക്ക് ലഭിക്കുകയാണെങ്കിൽ, ഇന്ത്യ സഖ്യത്തിന് ഭരണത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുകയാണെങ്കിൽ ഇവിടെ ഈ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ കോൺഗ്രസ് ആസ്ഥാനം ശൂന്യമാണ്, വിജനമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ വലിയ തിരിച്ചടി അത് ഉൾക്കൊള്ളുകയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ആഘോഷമൊന്നും തൽക്കാലം വേണ്ട, അതിനുള്ള കോപ്പുകൂട്ടലൊന്നും വേണ്ട, വരട്ടെ, നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. എക്സിറ്റ് പോളുകളുടെ ഒരു ഫലം കൂടി അല്ലെ, എക്സിറ്റ് പോളുകൾ പറയുന്ന ഒരു ചിത്രം കൂടി അതിന് കാരണമായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിന്റെ വിവരങ്ങൾ ഒരു വശത്ത്, കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ വിവരങ്ങൾ, അതിന്റെ ആവേശം, അതിന്റെ വിശകലനം ഒക്കെ മറുവശത്ത്. അങ്ങനെ എന്തൊരു ദിവസമാണ് അല്ലെ.